ഞാൻ എടുത്തുകൊണ്ടിരുന്ന വീഡിയോ കട്ടായിപ്പോയി ഗൈസ്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്ന് പോയിട്ട് എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ചോദിച്ചു, അറിഞ്ഞു, എല്ലാം പറഞ്ഞപ്പോൾ ദാണ്ട കണ്ടോ ഗൈസ്. എനിക്കിപ്പം ഇത് നിങ്ങൾ കണ്ടോ ആ വീഡിയോയിൽ കാണാൻ സാധ്യതയില്ല. അങ്ങനെ ECG റിപ്പോർട്ടും കിട്ടി. വളരെ സന്തോഷം. അതുകൊണ്ട് ECGയുടെ റിപ്പോർട്ടാണ്. ഇതെന്തോ സാരിയോ, ഇത്രയും വലിയ പേപ്പർ കഷ്ണമൊന്നും വേണ്ട ഗൈസ്. ഓൾറെഡി ഉള്ള അസുഖമാണ്, ഹാർട്ടിന് അസുഖം. അപ്പോൾ ഇത് ഇത്രയും നീട്ടിപ്പിടിച്ച ലിസ്റ്റൊന്നും വേണ്ടായിരുന്നു. എങ്കിലും പിന്നെ കിടക്കട്ടെ, അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി. എനിക്ക് മരിക്കാനൊന്നും പേടിയില്ല ഗൈസ്, പക്ഷേ എനിക്ക് പോകുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാൻ ഒരുപാട് കടമയുണ്ടായിരുന്നു. ജീവിക്കണമെന്ന് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. എന്നാൽ എൻ്റെ അമ്മയ്ക്കും അച്ഛൻ്റെ അസുഖം മാറ്റിയെടുക്കുക. അമ്മയ്ക്ക് ഒരുപാട് 6 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് തളർവാദം 2-3 പ്രാവശ്യം തളർവാദമൊക്കെ വന്നിട്ടുള്ളൊരമ്മയാണ്. അവരെ നോക്കുക. പിന്നെ ആ പിള്ളേർ വന്നപ്പോൾ ആ പിള്ളേരെ പഠിപ്പിക്കുക. എല്ലാത്തിലും കിടന്ന് ഓടി ഗൈസ്. ഇപ്പോൾ എൻ്റെ പൊടിമോനെന്ന് വന്നപ്പോൾ ഓടിയിട്ടെത്തുന്നില്ല. അതുകൊണ്ടൊരു വിഷമമുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ ഓടി, പക്ഷേ ഇപ്പം ഞാൻ ഓടിയിട്ടെത്തുന്നില്ല. മനസ്സോടുന്നുണ്ട് ഗൈസ്, ശരീരം ഓടുന്നില്ല. അപ്പം അങ്ങനെ പോയി. പിന്നെ ഞാനാണെങ്കിൽ കരുനാഗപ്പള്ളി പുതിയാവ ആശുപത്രിയിൽ പ്രമോദ് ഡോക്ടറിൻ്റെ ചികിത്സയിലായിരുന്നു കുറേ വർഷം. പിന്നെ എനിക്കുള്ള ആഹാരം എന്ന് പറയുന്നത് ഒരു പട്ടി പോലും തിന്നത്തില്ല, അതുപോലത്തെ ഒരു ആഹാരം. കുറേ നാൾ ഉപ്പില്ല, പുളിയില്ല, എരിയില്ലാത്ത, ഉപ്പ് കഴിക്കാക്കത്തില്ല. അതുപോലെ പൊടിയരിക്കഞ്ഞി, അത് ഇളം ചൂടിൽ കുടിച്ച് നാക്ക് ചത്ത്. അതിൻ്റെ കൂടെ ഈ ബീട്രൂട്ട് ഇട്ട് പിന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് അതിനെ എടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ നീര് കളഞ്ഞിട്ട് ആ ചണ്ടിയിട്ട് തോരൻ വെച്ച് തരും. അത് ഉപ്പോ പുളിയോ ഒരു വക ഇടാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇട്ട് അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ തന്നെ ഒരു മുളകിട്ടാൽ കൂടെ ആ മുളകിൻ്റെ അരി തോണ്ടിയെടുത്ത് കളഞ്ഞിട്ട് അതിനെ നല്ലപോലെ കഴുകിയിട്ട് അതിടും. എന്തിന്? അതിട്ട് തോരൻ പോലാക്കി തരും. തേങ്ങ പിഴിഞ്ഞ് 3 പ്രാവശ്യം പിഴിഞ്ഞിട്ട് അതിൻ്റെ ചണ്ടിയിട്ട് ആ ഒരു മയത്തിന് വേണ്ടി ഇട്ട് തോരൻ ഉണ്ടാക്കി തരുമായിരുന്നു. പിന്നെ പാല്, അത്ര തന്നെ. ഇതായിരുന്നു എൻ്റെ ആഹാരം. 1-2 വർഷമല്ല കേട്ടോ, കുറേ വർഷം തള്ളി നീക്കി. അതൊക്കെ കേട്ടതുകൊണ്ടായിരിക്കും അച്ചാർ തിന്നുകൂടാം, ബീഫ് കഴിച്ചുവിടാം, മട്ടൻ കഴിച്ചുവിടാം, എന്തിനൊരു മുഴുവനേ ഉള്ളൊരു ചോറ് കഴിച്ചുവിടാം, ഒറ്റ നണി ചോറ് കഴിച്ചുവിടാം, ദോശ, ഇഡ്ഡലി. പിന്നെ ഇപ്പം ഡോക്ടർ പറഞ്ഞ് കട്ടി കുറഞ്ഞ ആഹാരപദാർത്ഥങ്ങളിൽ ദോശ കഴിക്കാം എന്ന് പറഞ്ഞപ്പം ദോശ ഒക്കെ തിന്നാൻ തുടങ്ങി. പിന്നെ ഞാനൊരു മരിപ്പ് വീട്ടിലൊന്നും ചെറുപ്പത്തിൽ പോയിട്ടില്ലായിരുന്നു. കാരണം കൊണ്ടുപോകാൻ പാടില്ല, ഒരുപാട് സങ്കടപ്പെടാൻ പാടില്ല, കരയാൻ പാടില്ല, ചിരിക്കാനും പാടില്ല. പിന്നെ എന്ത് ജീവിതമാണ് ഗൈസ്. അങ്ങനെയൊക്കെയായി. പിന്നെ ഭാഗ്യമെന്ന് പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ചിരിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ പൊട്ടഞ്ചിരിയാണ് കേട്ടോ. എൻ്റെ ഭാഗ്യം കൊണ്ട് 33 വയസ്സാവുന്ന നവംബർ 19 ആകുമ്പോൾ 33 വയസ്സും ആവും. അപ്പം ഇതിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, പലരും ചോദിക്കുമ്പോൾ ഞാൻ കൂടുതലായിട്ട് എൻ്റെ ബോഡി ഭയങ്കര പ്രശ്നങ്ങളായപ്പോഴാണ് ഞാനിങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി ഇത് കണ്ടു. ഇനി ഇത് ചെല്ലുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന മൊത്തം ടെസ്റ്റുകൾ ചെയ്തിട്ട് അടുത്ത മാസം 7-ാം തീയതി ചെല്ലാം. അടുത്ത മാസം 7-ാം തീയതി ഡേറ്റ് തന്നിരിക്കുക. ബ്ലഡ് ടെസ്റ്റാണ് ഏറ്റവും കൂടുതൽ. പിന്നെ എക്കോ ടെസ്റ്റ് ചെയ്യണം. എക്കോയും ടെസ്റ്റ് ചെയ്തുകൊണ്ട് ചെല്ലണം.
ചെന്നിട്ട് ഇപ്പോഴത്തെ സ്ഥിതിഗതിയിലുള്ള ചികിത്സ ആരംഭിക്കണം. രക്ഷപ്പെടുമായിരിക്കും, ആർക്കറിയാം. ഡോക്ടർ പറഞ്ഞ 5 വർഷത്തിൽ കൂടുതലാണ്. ആ 5 വർഷം 32 വയസ്സ് വരേക്കും, 5 വർഷം കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 11 വർഷം, 11 വയസ്സിലൊക്കെ തീരുമെന്ന് പറഞ്ഞതാണ്. ആ 11 വയസ്സെന്ന് പറയുന്നത് ഞാൻ 33-ാമത്തെ വയസ്സാവാറായി ഗൈസ്. അതുവരേക്കും തള്ളി നീക്കി ഒരു ജീവിതമായി, ഒരു കുഞ്ഞായി. അപ്പോഴത്തേക്കും എന്നെ തോൽപ്പിക്കാൻ നോക്കുന്നു. എനിക്ക് അധികമൊന്നും ജീവിക്കണമെന്നൊന്നുമില്ല. ഒരു എന്താ പറയുക, ഒരു 20 വർഷം കൂടെ ഒക്കെ ജീവിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അവന് നല്ലപോലെ പഠിപ്പിക്കണം. എൻ്റെ ഒരു ആഗ്രഹമാണ്. എൻ്റെ കുട്ടിക്ക് ഞാൻ പോകുന്നതിന് മുമ്പ്, എനിക്ക് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് 1 സെൻറ്റ് സ്ഥലം വേണം, ഒരു കുഞ്ഞൊരു വീട് വേണം. എൻ്റെ മനസ്സിൽ കെട്ടിവച്ചിരിക്കുന്ന വീട് അവന് വേണ്ടി ഭൂമിയിൽ കെട്ടണം. എൻ്റെ കുട്ടിയെ സ്വൈര്യമാക്കണം. ഒരുപക്ഷെ ചില നേരം നെഞ്ചിലുണ്ടാവുന്ന ആ വെപ്രാളം, എല്ലാവരും കൂടെ ഉള്ളപ്പം ആരെങ്കിലുമൊക്കെ രക്ഷിക്കുമെന്ന് വെച്ചോ, ചില നേരം വരുന്ന വേദന നമുക്ക് ആരും തന്നെ കാണില്ല, പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് എന്ന്. ഇപ്പം ഞാൻ എല്ലാ ക്രിസ്ത്യൻസിൻ്റെ ഇതിന് വേണ്ടിയൊക്കെ നമ്മൾ മരണ വീട്ടിലൊക്കെ പോകുമ്പോൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, പോകും നീ ഞാനുമെൻ ഗ്രഹം തേടി പ്രിയനോടൊപ്പമുറങ്ങിടാം, നെത്തും നീ ഞാനുമെൻ നാഥൻ ചാരെ പിറ്റേന്നൊപ്പമുണർന്നിടാം. കരയുന്നോ നിങ്ങളെന്തിനാണെൻ്റെ സ്വന്ത ദേശത്ത് പോകുമ്പോൾ പറയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെല്ലവേ. ദേഹമെന്നോര വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ. ദേഹമെന്നോര കൂടുവിട്ടു ഞാൻ സ്വന്ത രാജ്യത്തിൽ ചേരുമ്പോൾ അന്നേരം നാഥൻ ചോദിക്കും, നൊന്തുവോ നിൻ്റെ ഉള്ളം? അന്നേരം ഞാനും ചൊന്നിടും, ഇല്ല നാഥൻ തെല്ലുമേ. പറയാൻ കഴിയണം എനിക്ക്. നൊന്തില്ല. എൻ്റെ കുട്ടിക്ക് ചെയ്യേണ്ടത് ചെയ്ത് തീർത്തിട്ടാണ് ഞാൻ വന്നത്. ഇപ്പം പോയാൽ ശരിക്കും നോവും, ചങ്ക് പിടയും. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. എന്നെപ്പോലെ ഹാർട്ടിന് പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ആണെങ്കിൽ എൻ്റെ അവസ്ഥ മനസ്സിലാവും. ചില നേരം പിടിക്കുന്ന ശ്വാസം കിട്ടിയെന്ന് വരത്തില്ല, ചില നേരം നെഞ്ചിൻ്റെ വേദന കാരണം കണ്ണിന് ഇടവിട്ട് കാഴ്ച മങ്ങുന്ന പോലെ ഉണ്ടാവും. ചില നേരം എന്തോ പോലെ, എന്താ അത്, നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറയാൻ കഴിയാറില്ല. അതൊക്കെയാണ് പ്രശ്നം.
അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ വാവക്കുട്ടിയെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതുകൊണ്ടാണ് ഗൈസ് ഞാനിങ്ങനെ ചില നേരം ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ ഞാൻ ചവയ്ക്കുവാണോ എന്ന് ചോദിക്കുന്നത്. ചവയ്ക്കുകയല്ല, ഇതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഒരു ഭാഗവാക്ക് ആക്കണം എന്നെ. ഓക്കെ, ഞാൻ മരിച്ചു കഴിയുമ്പോൾ ആരും കാണത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ എല്ലാവരെയും ഞാൻ കാണാൻ കഴിയട്ടെ. മരിച്ചാൽ പോലും എല്ലാവർക്കും ഒരു നല്ലൊരു വഴിമാർഗവും നൽകുന്ന ഒരു ദൈവത്തെ പോലെ ആയാൽ മതിയായിരുന്നു ഞാൻ. എൻ്റെ ദൈവം എന്നോട് ഒരു വരം മരിച്ചു ചെല്ലുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം ഇതായിരിക്കും. എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലും ഒരു കഴിവ് എനിക്ക് നൽകി എന്നെ ഭൂമിയിൽ അയക്കണം. അവർ കഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ഒരാൾ കഷ്ടപ്പെടുമ്പോൾ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അവരെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നാലും സഹായിക്കില്ല. അപ്പം എനിക്ക് സഹായിക്കാൻ കഴിയത്തക്ക രീതിയിൽ എന്നെ വളർത്തി എന്നെ ഭൂമിയിൽ അയക്കണം എന്ന് ഞാൻ പറയും. എൻ്റെ ഒരു ആഗ്രഹം അതാണ്. കാരണം നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരു പിടി ആഹാരം, ധരിക്കാൻ വസ്ത്രം. ഞാൻ എൻ്റെ ദൈവത്തോട് ചെറുപ്പത്തിൽ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരൊറ്റ കാര്യങ്ങൾ: കഴിക്കാൻ ആഹാരം, ധരിക്കാൻ വസ്ത്രം, കിടന്നുറങ്ങാൻ ഒരു ഭവനം. ഇത്രയും ആണ് ചോദിച്ചത്. ദൈവം എനിക്ക് തന്നപ്പോൾ ഞാൻ കഴിക്കാൻ ആഹാരം തന്നു, ധരിക്കാൻ വസ്ത്രം തന്നു. ഇപ്പം നമുക്കങ്ങനെ വസ്ത്രം മേടിക്കാനുള്ള, ഞാൻ തുറന്നു പറയാമെങ്കിൽ 3 വർഷത്തോളമായി ഞാനൊരു നല്ലൊരു തുണി മേടിച്ചിട്ട്, നല്ല തുണിയൊന്നും വെളിയിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊന്നും വലിയ തുണിയോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. എനിക്കതിന് സങ്കടവും ഇല്ല. അത് പിന്നെ നമ്മൾ സങ്കടപ്പെട്ടൊരു കാര്യമില്ല. അപ്പം നിറയെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയാണ്. അപ്പം ഇതൊക്കെയാണ് കാര്യം. എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് വന്നപ്പോൾ നമ്മുടെ പ്രശ്നമെന്ന് വന്നപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ പോയിട്ട് അതെന്തെങ്കിലും ചെയ്യാൻ പോലും ഉള്ള അവസ്ഥയിലല്ല. എനിക്ക് ഇപ്പം മൂക്കൊക്കെ ചൊറിയുന്നുണ്ട്. അത് ഇതിൻ്റെയാണ്, പ്രശ്നങ്ങളാണ്. പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ തോന്നും. എനിക്ക് താങ്ങാനുള്ള ശേഷിയും ദൈവം തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ബായ്. ക്ഷീണം കൊണ്ടാട്ടോ ഒരുമാതിരി ഇരിക്കുന്ന വയ്യ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ബൈ.